ഗൈസ്, നമ്മുടെ ഇന്ത്യൻ വുമൺസ് ടീം ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം സീനിയർ ടീം ഒരു ചരിത്ര ക്വാളിഫിക്കേഷൻ AFC ഏഷ്യൻ കപ്പിലേക്ക് നേടിയെങ്കിൽ ഇതാ 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ അണ്ടർ-20 ടീമും AFC ഏഷ്യൻ കപ്പിലേക്കുള്ള ഒരു യോഗ്യത നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. മ്യാൻമാറിനെതിരെ വളരെ നിർണായക മത്സരമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. നമുക്ക് മികച്ചൊരു തുടക്കമായിരുന്നില്ല ഇന്തോനേഷ്യക്കെതിരെ കിട്ടിയത്. കാരണം ഇന്തോനേഷ്യക്കെതിരെയും തുർക്കമെനിസ്ഥാനെതിരെയും തീർച്ചയായിട്ടും വിജയവും. മ്യാൻമാർ വളരെ ശക്തരായിട്ടുള്ളൊരു ടീമാണ്. അവർക്കെതിരെ ഒരു മാർജിനൽ വിൻ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ടൂർണമെൻറ്റിന് മുമ്പ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ ആദ്യ മത്സരം ഇന്തോനേഷ്യക്കെതിരെ നമ്മളൊരു ഗോൾ രഹിത സമനിലയായിട്ട് പോയി. അതിനുശേഷം തുർക്കമെനിസ്ഥാനെതിരെ 7-0 വിജയം. അത് നമ്മുടെ GDയെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മ്യാൻമാറിനെതിരെ മത്സരത്തിൽ നമുക്കറിയാം സമനിലയായിരുന്നെങ്കിൽ കൂടി സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഒരേ ഒരു ഗോൾ 1-0 എന്ന് പറയുന്ന ഒരു ലെവലിലാണ് ഇന്ത്യക്ക് മ്യാൻമാറിനെതിരെ, അതും ഹോം ടീം കൂടിയായിരുന്നു അവർക്കെതിരെ വിജയിക്കാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും ഞാനൊരു യാത്രയിലായിരുന്നു. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഒരു സെറ്റപ്പൊക്കെ കാണുമ്പോൾ എന്താണെന്നുള്ളത്. അപ്പം അതിൻ്റെ ഇടയിലും ഈ ഒരു മത്സരം കണ്ടു. തീർച്ചയായിട്ടും ഒരു ആവേശഭരിതമായിട്ടുള്ള മത്സരം തന്നെയായിരുന്നു. നമ്മുടെ മെൻസ് ടീമിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പം ഞാനൊരു കമ്പാരിസൺ ഒന്നും നടത്തുകയല്ല. പലപ്പോഴും നമ്മുടെ ഒരു ബാഡ്ജിന് വേണ്ടി കളിക്കുന്നൊരു ഫീലില്ല, നേഷന് വേണ്ടി കളിക്കുന്നൊരു ഫീലില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതെന്താണ് എന്നുള്ളത് ഈ മത്സരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ആ ഒരു ഫീൽ ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ത്യയേക്കാൾ തീർച്ചയായിട്ടും ശക്തരായിട്ടുള്ളൊരു ടീം തന്നെയാണ് മ്യാൻമാർ. അവർക്കെതിരെ നമ്മുടെ ടീം വിജയിക്കുന്നു, ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുന്നു, തായ്ലൻഡിലേക്ക് പറക്കാനായിട്ട് പോകുന്നു. വളരെ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഇന്ത്യൻ വുമൺസ് ടീമിനുള്ളത്. എന്താണെങ്കിലും മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഇന്തോനേഷ്യക്കെതിരെയുള്ള മത്സരവും തുർക്കമെനിസ്ഥാനെതിരെയുള്ള മത്സരവും ഒക്കെ നമ്മളൊരു ഇൻസൈഡർ മത്സരം എന്നൊക്കെ നിലയ്ക്കാണ് പറഞ്ഞെങ്കിൽ ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും ഒരു രണ്ട് ടീമുകളുടെ ഭാഗത്തു നിന്നും അറ്റാക്കിംഗ് പരിപാടികളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. മത്സരം തുടങ്ങിയപ്പോൾ തന്നെ ഇന്ത്യ ഒരു അറ്റാക്കിംഗ് മൂവ് നടത്താനായിട്ട് ശ്രമിച്ചെടുത്തെന്നാണ് ആ ഒരു മത്സരം തുടങ്ങുന്നത്. അതിനുശേഷം നല്ലൊരു ക്രോസ് വന്നിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് കിട്ടിയൊരു ഉഗ്രൻ അവസരം കുറച്ച് വൈഡായിട്ട് പോയി. പിന്നെ മ്യാൻമാറിന് കിട്ടിയിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നു, അത് പോസ്റ്റിൽ തട്ടിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 27ാമത്തെ മിനിറ്റിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ഒരു ക്രോസ് റൈറ്റിൽ നിന്ന് വരുന്നു, അത് ആരും കണക്ട് ചെയ്യാനില്ല. പിന്നെ ലെഫ്റ്റ് സൈഡിലൂടെ ആ ഒരു ക്രോസ് വരുന്നു, പൂജ ഒന്നാന്തരമായിട്ട് ആ ഒരു കണക്ട് ചെയ്യുന്നു. നമ്മുടെ മത്സരത്തിലെ പിടിവള്ളിയായിട്ടുള്ള ആ ഒരു ഗോളും സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നാലും രണ്ട് ടീമുകളുടെ ഭാഗത്തു നിന്നും അറ്റാക്കും പരിപാടികളൊക്കെ തന്നെയാണ് നമ്മൾ ആദ്യ പകുതിയിൽ കണ്ടെങ്കിൽ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ത്യ കുറച്ച് ഒന്ന് പിടിച്ച് കളിക്കാം. ഈ ഒരു മത്സരം നമുക്ക് ഒരു സമനിലയായാൽ പോലും മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നു. അപ്പം നമുക്ക് ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗോൾ മതി എന്ന് പറയുന്ന സാഹചര്യം ആണല്ലോ ഉള്ളത്. അപ്പം മ്യാൻമാറിനെ മാക്സിമം പ്രതിരോധിക്കുക, അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മ്യാൻമാർ ആണ് സെക്കൻഡ് ഹാഫിൽ കൂടുതലും വലിയ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മോന എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗോൾ കീപ്പറിൻ്റെ ഒരു ഗോൾ ലൈൻ സേവ്. അതൊരു സത്യത്തിൽ മാച്ച് വിൻ ചെയ്തിട്ടുള്ള ഒരു സേവ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അതില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ മത്സരത്തിൻ്റെ ഒരു റിതം തെറ്റുകയും പല കാര്യങ്ങൾ തന്നെ മാറി മറിഞ്ഞ രീതിയിലേക്ക് പോയേനെ. എനിവേ നമുക്കൊരു 1-0 എന്ന് പറയുന്നൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ട്രാവലിനിടയിലാണ് കണ്ടത്. ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വീഡിയോയും ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ അമേരിക്കൻ സൈനിങ് ഓഫ്.